LDF സർക്കാരിന്റെ രാഷ്ട്രീയ പ്രചാരണത്തിന് കിഫ്ബിയിലെ 240 കോടി രൂപ ചെലവഴിച്ചുവെന്ന് ധനവകുപ്പിന്റെ കണ്ടെത്തൽ. LDF സർക്കാരിന്റെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഇത്രയും പണമോ, അതും കിഫ്ബിയിലെ പണമോ? ഏതായാലും ധനവകുപ്പ് പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ തുറന്ന ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഒന്നും രണ്ടുമല്ലെന്നേ, 240 കോടിയാണ് കിഫ്ബി വഴി ചെലവഴിച്ചത്. ഇതിൽ 140 കോടിയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ പ്രചാരണത്തിനാണെന്നാണ് പ്രാഥമിക പരിശോധനയിലെ കണ്ടെത്തൽ. ഇവയെല്ലാം നിയമപ്രകാരം കിഫ്ബിക്ക് ചെലവഴിക്കാൻ കഴിയുന്നതാണോ എന്നത് പരിശോധിച്ച് നടപടി സ്വീകരിക്കാനാണ് സർക്കാരിന്റെ നീക്കം. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് സർക്കാരിന്റെ നേട്ടങ്ങൾ വാട്സപ്പ് സന്ദേശമായി എത്തിക്കുന്നതിന് കിഫ്ബി 51 ലക്ഷത്തോളം നൽകിയിട്ടുണ്ട്. 2 മാസം പ്രചാരണം നടത്തുന്നതിന് 1.5 കോടിയാണ് നൽകിയത്. സർക്കാർ അനുകൂല മാധ്യമ വാർത്തകൾ ഓൺലൈൻ വായനക്കാരിൽ മുൻഗണന എത്തിക്കുന്നതിന് 4.5 കോടിയോളം ചെലവിട്ടു. ദേശീയപാതയോരങ്ങളിൽ വലിയ ഹോർഡിങ്ങുകൾ സ്ഥാപിച്ചതിന് 4.5 കോടിയും നൽകിയിട്ടുണ്ട്. വലിയ പലിശ നൽകി വായ്പയെടുത്ത തുകയാണ് കിഫ്ബിയിലുള്ളത്. പ്രത്യേക രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുത്ത് കിഫ്ബി പ്രചാരണം നടത്തി എന്നതാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. ഇതിന് സർക്കാർ ഏതൊക്കെ രീതിയിലുള്ള ഉത്തരവുകളാണ് നൽകിയിട്ടുള്ളത് എന്നതാണ് പ്രധാനമായും പരിശോധിച്ചത്. പ്രചാരണം നടത്തുന്നതിന് സർക്കാർ പ്രത്യേകം ഉത്തരവുകൾ ഇറക്കിയിട്ടില്ല. കിഫ്ബിയുടെ പ്രോജക്റ്റുകൾക്ക് വേണ്ടി എന്ന നിലയിൽ സർക്കാരിന്റെ രാഷ്ട്രീയ പ്രചാരണം നടത്തി എന്നതാണ് മുഖ്യമന്ത്രിക്ക് ധനവകുപ്പ് നൽകിയ പ്രാഥമിക റിപ്പോർട്ട്. കൺസൾട്ടൻസി സർവീസ് എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് സർവേകളും ഫീൽഡ് വിവരശേഖരണവും കിഫ്ബി നടത്തിയിട്ടുണ്ടെന്നതും ധനവകുപ്പ് മനസ്സിലാക്കുന്നുണ്ട്. ഇത് ഏതൊക്കെ ഏജൻസികളിലൂടെയാണ് നടത്തിയതെന്നും പണം ഏത് ഹെഡിലാണ് കാണിച്ചിട്ടുള്ളതെന്നുമുള്ള പരിശോധന പൂർത്തിയാക്കിയിട്ടില്ല. ഏതായാലും LDFിന് മുന്നിൽ ഇപ്പോൾ തന്നെ നിരവധി ചോദ്യങ്ങളാണ്. തുടർഭരണം ക്ഷീണിപ്പിച്ചുവെന്നും പാറ്റാ സമരം മാതൃകയാക്കണമെന്നുമൊക്കെ DYFI കഴിഞ്ഞ ദിവസങ്ങളിലാണ് പറഞ്ഞത്. തുടർഭരണം കേരളത്തിൽ DYFI പ്രവർത്തനത്തെ പിന്നോട്ടടിച്ചെന്ന സ്വയം വിമർശനവുമായി സംസ്ഥാന സമ്മേളന സംഘടനാ റിപ്പോർട്ടും വന്നിരുന്നു. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ സമരോർജം ചോർന്നുവെന്നുള്ള പൊതുവിമർശനത്തെ അംഗീകരിക്കുന്ന ഒട്ടേറെ ഏറ്റുപറച്ചിലുകളാണ് റിപ്പോർട്ടിലുള്ളത്. തൃശൂർ, കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലകളിലെ നേതാക്കൾക്കിടയിലുണ്ടായ വിഭാഗീയതയും സംഘടനാ പ്രവർത്തനത്തെ ബാധിച്ചു. കീഴ്ഘടകങ്ങൾ തനത് ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ട് സമ്മതിക്കുന്നു. മെമ്പർഷിപ്പ് പ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായി. പാർട്ടികളുടെ സമര മാതൃകയിൽ യുവജന വിഷയങ്ങൾ ഏറ്റെടുത്ത് സംഘടന മടങ്ങി വരണമെന്നും യുവാക്കളെ അടുപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകണമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. LDF സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മികച്ചതായിരുന്നുവെങ്കിലും നേട്ടങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാനായില്ല. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിക്കുള്ള കാരണമായെന്നും വിലയിരുത്തുന്നു.